ദൈവത്തിൻ്റെ ജീവനുള്ള ആത്മാവും ജീവനുമാകുന്ന വചനം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ നേരെ ഇന്ന് അലറി വരുന്ന, നിങ്ങളെ തകർക്കുമെന്ന് വീരവാദം മുഴക്കിയ, നിങ്ങളുടെ നേരെ ഇന്ന് പാഞ്ഞടുത്തു വരുന്ന ഏത് ദുഷ്ടശക്തികളെയും പല വിധത്തിൽ കഷ്ണങ്ങളായി കീറാൻ നിങ്ങളിൽ വസിക്കുന്ന ഈ ആത്മാവും ജീവനുമായ വചനത്തിന് പറ്റുമെന്നാണ് ഈ വചനത്തിൽ നിങ്ങളോട് പറയുന്നത്. ഡിപ്രഷൻ വേണ്ട, നിരാശ വേണ്ട. ബൈബിൾ പറയുന്നു, നീ കഴുകന്മാരെ പോലെ പറക്കാനുള്ള ചിറക് തരുമെന്ന് മനുഷ്യനല്ല പറഞ്ഞു, ദൈവം പറഞ്ഞു. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ആദ്യം വിശ്വസിക്കുക. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ശാലോം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ അനുഗ്രഹപ്രദമായ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അതിലേക്കുള്ള ആത്മീയ ഒരുക്കത്തിൻ്റെ 33 ദിവസങ്ങളിലൂടെയുള്ള പ്രാർത്ഥനാ യാത്രകളിലൂടെ 8ാമത്തെ ദിവസത്തിലാണ് നമ്മളിന്നുള്ളത്. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കട്ടെ, ഒരിക്കൽ കൂടി പറയട്ടെ, ഇതിൽ ആത്മാർത്ഥതയോടെ നമുക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും ഞങ്ങളുടെ വചനത്തിലും പ്രാർത്ഥനയിലുമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടവരും ദൈവരാജ്യത്തിൽ പ്രധാനപ്പെട്ടവരുമാണ്, നിങ്ങളും നിങ്ങളുടെ കുടുംബവും. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ഈ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനം നിങ്ങൾക്കൊരനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിന്, നിങ്ങളുടെ ജീവിതത്തിന് അതൊരു വലിയ വിടുതലിന് കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുക്കുന്ന ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത നന്മകൾ സമ്മാനിക്കട്ടെ. ദൈവവചനം പറയുന്നത് പോലെ അവിടുത്തെ കരുണയും അനുഗ്രഹവും എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരും. ഇത് പറയാനിടവരും. ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും 5-10 ദിവസത്തേക്കല്ല, നിൻ്റെ ജീവിതകാലം മുഴുവൻ അത് പിന്തുടരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരെയും അറിയിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 8ാമത്തെ ദിവസം കേൾക്കുന്ന വചനം നോക്കൂ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ എങ്ങനെ ഒരാൾ ഭാഗ്യവതിയായത്? നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരാൾക്ക് ഈ രാജ്യത്ത് PR കിട്ടിയാൽ, അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് PR കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു വീട് പണിത്, നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു വിവാഹം നടന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പറയും ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പറയും അയാൾ ഭാഗ്യവാനാകട്ടോ എന്ന് പറയും. ബൈബിൾ ആരെയാ ഭാഗ്യവതി എന്ന് വിളിച്ച് നോക്കൂ. ആരെയാ? വലിയ വീട് വെച്ച ഒരാളെയാണോ വിളിച്ചത്? വലിയൊരു ജോലി കിട്ടിയ ഒരാളെയാണോ വിളിച്ചത്? ആരെയാണ് ബൈബിൾ ഭാഗ്യവതി എന്ന് വിശ്വസിച്ച ഒരാളെയാണ്. എന്തു വിശ്വസിച്ചത്? ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന്, അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയായി. അങ്ങനെയൊരു ഭാഗ്യപ്പെട്ട കുടുംബമായി നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടോ? ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും. ഒന്ന് വിശ്വസിച്ചൊന്ന് മനസ്സിൽ പറഞ്ഞേ. സ്വന്തം കൈ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് മനസ്സിൽ പറയാമോ? ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ദൈവവചനത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരായി, ഒരു ഭാഗ്യവാനും ഭാഗ്യവതിയുമായി ദൈവവചനത്തിലൂടെ നിങ്ങൾ മാറുന്നു. സിമ്പിൾ കാര്യമല്ലേ? പറയാൻ എളുപ്പമാണ്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും. അത് വിശ്വസിക്കാമോ?
അങ്ങനെയെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചാണ് ദൈവവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. യേശു പറഞ്ഞു, എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഈ കേൾക്കുന്ന വചനങ്ങൾ കേവലം ഒരു സ്വരം മാത്രമല്ല, ഇത് ആത്മാവും ജീവനുമാണ്. നിങ്ങളുടെ ചെവികളിലൂടെ ഇത് കയറി ഹൃദയത്തിലേക്ക് ഇത് പോകുന്ന ഈ വചനമുണ്ടല്ലോ, അത് ആത്മാവും ജീവനുമാണ്. ആ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ വചനം നിനക്ക് ജീവൻ ഉണ്ടാകുന്ന വചനമാണ്. അനേകരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ് ആത്മാവും ജീവനുമുള്ള ഈ വചനം. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് വിശ്വസിച്ചേ. ഇന്നലെ നമ്മൾ അനുദപിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ധ്യാനിച്ച് അതേ ഹൃദയത്തിലേക്ക്, അനുദപിക്കുന്ന ആ ഒരു ഹൃദയത്തിലേക്ക് ദൈവവചനം വിശ്വസിച്ചൊന്ന് ഏറ്റെടുത്തേ. ദൈവവചനം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ച് നമ്മൾ തുടർന്നുള്ള പ്രാർത്ഥന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ആരാധന വിശ്വസിക്കുന്നവർക്കൊരു അടയാളമായിരിക്കും. ഇന്നത്തെ വചന ശുശ്രൂഷ വിശ്വസിക്കുന്ന ഒരു അത്ഭുതമായി മാറും. ഞാൻ ഈ വചനത്തിൻ്റെ ഈ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചില്ലേ? ഈ ആത്മാവും ജീവനുമായ വചനം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഏത് പ്രതിസന്ധിയും അതിജീവിക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണം, ഈ ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമായ ഈ വചനം നമ്മുടെ അകത്തൊരു ടർബോ എൻജിൻ കണക്ക് ശക്തിയായിരിക്കണം. എന്താണ് ടർബോ എൻജിൻ? ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച ഒരു സയൻസ്, ഒരു ശാസ്ത്രമാണ് ഭൂഗുരുത്വാകർഷണ ബലം. അദ്ദേഹം ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ആപ്പിൾ വീഴാൻ ഇടയാവുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് എന്തുകൊണ്ട് ഈ ആപ്പിൾ മുകളിലേക്ക് പോയില്ല, താഴേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പഠനത്തിൽ കണ്ടുപിടിച്ചൊരു സത്യമാണ്, ഭാരമുള്ള എന്തും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലേക്ക് ആകർഷിക്കും. അതാണ് ഭൂഗുരുത്വാകർഷണ ബലം. എന്തും താഴോട്ട് വീഴും. അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് ടൺ കണക്കിന് ഭാരമുള്ള ഒരു വിമാനം, ഒരു ഫ്ലൈറ്റ് പല രാജ്യങ്ങളിലേക്കും ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് റൺവേയിൽ കൂടെ പറന്നുയരുന്ന ഫ്ലൈറ്റ് ഭൂഗുരുത്വാകർഷണ ബലപ്രകാരം താഴെ വീഴണ്ടേ? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ ഭൂഗുരുത്വാകർഷണ ബലം എന്താ ഇതിനെ ഏക്കാത്തത്? അപ്പോൾ അതിനൊരു ഉത്തരം പറയും, ഈ ഫ്ലൈറ്റിനകത്ത് ഹൈ പവർ ടർബോ എൻജിൻ പ്രവർത്തിക്കുന്നു. അത് നിർമ്മിച്ചയാൾ അതിനകത്ത് ഹൈ പവർ ടർബോ എൻജിനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കാറിൽ, വാഹനത്തിലെല്ലാം ടർബോ എൻജിനുണ്ട്. അതിന് ലിമിറ്റഡ് പവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഫ്ലൈറ്റിൽ അത് എത്രയോ മനുഷ്യരെയും കൊണ്ട് അവരുടെ ലഗേജും ആ വിമാനത്തിൻ്റെ ആ ഫ്ലൈറ്റിൻ്റെ ഭാരവുമായി എത്രയോ അടി ഉയരത്തിൽ അത് പറന്ന് 10 മണിക്കൂറും 4 മണിക്കൂറും 12 മണിക്കൂറും 18 മണിക്കൂറും ഒക്കെ അത് പറന്നു പോകുന്നു. എന്തുകൊണ്ട്? ഭൂഗുരുത്വാകർഷണ ബലപ്രകാരം താഴോട്ട് വീഴുന്നില്ല. അതിൽ പ്രവർത്തിക്കുന്ന ഹൈ പവർ ടർബോ എൻജിന് ഭൂഗുരുത്വാകർഷണ ബലത്തേക്കാൾ ശക്തിയുള്ളത് കൊണ്ടാണ് മുകളിൽ നിൽക്കുന്നത്. ഇതുപോലൊരു ഹൈ പവർ ടർബോ എൻജിൻ നിങ്ങളിലും വേണം. ഞാനങ്ങനെ പറയുകയാണ്, ദൈവവചനം ഒരു ഹൈ പവർ ടർബോ എൻജിനാണ്. നിങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പം താഴോട്ട് പോകും. ആപ്പിൾ താഴോട്ട് വീഴുന്നത് പോലെ ഭൂഗുരുത്വാകർഷണ ബലം ആ സയൻസ് പഠിപ്പിക്കുന്ന താഴോട്ട് പോകും. അപ്പോഴാണ് ചിലർ പറയുന്നത്, എൻ്റെ മനസ്സ് താഴെ പോയി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം, സൈക്കാട്രിസ്റ്റിനെ കാണണം, എനിക്ക് കൗൺസിലിംഗ് വേണം, എനിക്ക് മെഡിസിൻ വേണം, എനിക്കിപ്പോൾ മരുന്നുണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ, ഞാൻ മരുന്ന് കഴിച്ചിപ്പോൾ ഈ കോലത്തിലായി, ഞാൻ ഡിസോർഡറായി. എന്താണെന്നറിയോ, അവരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിൽ അവർ താഴോട്ട് പോയി. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ താണുപോയവരാണ്. നിങ്ങളിൽ എന്ത് വേണമെന്നറിയോ? ആത്മാവും ജീവനുമായി ഈ വചനം ഹൈ പവർ ടർബോ എൻജിൻ കണക്ക് നിങ്ങളിൽ വേണം. അത് നിങ്ങളുടെ അകത്ത് വേണം. അപ്പോൾ എന്താ പ്രശ്നം? ഏത് വെല്ലുവിളിയുടെയും മുകളിൽ കൂടെ നിങ്ങൾ നിൽക്കും, പറന്നു നിൽക്കും. അല്ലെങ്കിൽ താഴെ പോകും, താഴെ വീണു പോകും. അതാണ് ഈ പരിശുദ്ധമ്മ പറഞ്ഞത്, ദൈവമേ നിൻ്റെ വാക്ക് അതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഈ വചനങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ ആവർത്തിച്ചു പറയാം. തുറന്ന ബൈബിൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കട്ടെ. അതിൽ പറയുന്ന വാക്കുകൾ അധികമായ വാക്കുകളില്ല, ഒരുപാട് വചനങ്ങൾ ഓരോ ദിവസവും പറയുന്നില്ല. കുറച്ച് ലിമിറ്റഡ് വചനങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം. അത് പിന്നീടും ഈ ക്ലാസ്സുകൾക്ക് ശേഷവും നിങ്ങൾക്ക് പരിശോധിക്കാം, ചിന്തിക്കാം, ഒരുങ്ങാം, ധ്യാനിക്കാം. ഇതൊക്കെ പ്രയോജനപ്പെടും. അത് മനസ്സിലാകുന്ന രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 14-ാം അധ്യായത്തിൽ സാംസന്റെ വിവാഹമാണ്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാനൊന്ന് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആത്മാവിൽ ഒരു കാര്യത്തെ ഞാൻ ബന്ധിപ്പിക്കുകയാണ്.
ദൈവവചനത്തിൻ്റെ ശക്തി എന്നാന്ന് പറയാൻ പോവുകയാണ്. സാംസൺ എന്ന് പറയുന്നയാൾ തിമ്നായിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടു, ഇഷ്ടമായി, വിവാഹം ചെയ്തു തരണമെന്ന് മാതാപിതാക്കളോട് പറയുന്നു. അങ്ങനെയുള്ള ഒരു യാത്രയാണ് 5-ാം വാക്യം മുതലുള്ള വാക്യം, 14-ാം അധ്യായം 5-ാമത്തെ വാക്യം. എഴുതിയിരിക്കുന്ന വാക്യം മനസ്സിലാകാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. പ്രതീക്ഷിക്കാത്തൊരു സമയത്തൊരു സിംഹം അലറി ഇങ്ങോട്ട് വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തിയായി ആവസിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. യേശു പറഞ്ഞു, എൻ്റെ വാക്ക് ആത്മാവും ജീവനുമാണെന്ന്. അങ്ങനെയെങ്കിൽ ഇതാ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു പട്ടി കുരച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്ന പോലെ അല്ല കേട്ടോ. അത്രയും ലാഘവ ബുദ്ധിയോടെ കാണരുത്, ഗൗരവത്തോടെ കാണണം. ഒരു സിംഹം, അത് കുട്ടിയാണെന്ന് പറഞ്ഞാലും അത് അലറിക്കൊണ്ട് വരുമ്പോൾ മനുഷ്യൻ്റെ അതിൻ്റെ ഒരു കരത്തേൽ തീരാനുള്ള ജീവിതമേ ഉള്ള ഒരു മനുഷ്യൻ്റെ ജീവൻ. അതൊരടി അടിച്ചാൽ മനുഷ്യൻ തീർന്ന്. അതിൻ്റെ നഖങ്ങൾ നമ്മുടെ ആന്തരിക അവയവങ്ങളെ വരെ മുറിച്ച് കളയും. അത്രയും നീളമുള്ള നഖവും ആരോഗ്യവുമുള്ളൊരു ഒരു മൃഗമാണ് സിംഹം. ആ സിംഹം അലറി വന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി അവനിൽ ആവസിച്ചു. ആയുധം കൂടാതെ ഒരാട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ സിംഹത്തെ കീറിക്കളഞ്ഞു. ഒരാട്ടിൻകുട്ടിയെ അതുപോലെ കീറാൻ പറ്റുമോ? ഒരാട്ടിൻകുട്ടിയെ ഇതുപോലെ കീറാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് പറ്റത്തില്ല. അതിനുള്ള പവർ നിങ്ങൾക്കില്ല. പക്ഷേ ആട്ടിൻകുട്ടി എന്ന പോലെ ഇവൻ അതിനെ വലിച്ച് കീറിക്കളഞ്ഞു. ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായി. എന്നിട്ട് അവൻ യാത്ര തുടർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ആവസിച്ചപ്പോൾ അവൻ്റെ നേരെ അലറി വരുന്നതിനെ, വെല്ലുവിളിച്ചു വന്നതിനെ കീറിക്കളയാൻ കഴിഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ള ആത്മാവും ജീവനുമാകുന്ന വചനം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ നേരെ ഇന്ന് അലറി വരുന്ന, നിങ്ങളെ തകർക്കുമെന്ന് വീരവാദം മുഴക്കിയ, നിങ്ങളുടെ നേരെ ഇന്ന് പാഞ്ഞടുത്തു വരുന്ന ഏത് ദുഷ്ടശക്തികളെയും പല വിധത്തിൽ കഷ്ണങ്ങളായി കീറാൻ നിങ്ങളിൽ വസിക്കുന്ന ഈ ആത്മാവും ജീവനുമായ വചനത്തിന് പറ്റുമെന്നാണ് ഈ വചനത്തിൽ നിങ്ങളോട് പറയുന്നത്. ഈ വചനം ഒരു പുസ്തകമായി മാത്രം ഇരുന്നാൽ അത് ഗുണമില്ല. ഇത് കാണാപ്പാഠം പഠിക്കാൻ വേണ്ടി കുറച്ച് പഠിച്ച് പരീക്ഷ എഴുതി 100 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഇത് ഒരു അനുഗ്രഹമായി, ഒരു അഭിഷേകമായി നിങ്ങളിൽ നിറയണം. ഇത് മായാത്ത വിധത്തിൽ ഒരു കല്ലിൽ കുത്തിയ മുദ്ര പോലെ ഇത് നിങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മറിയം പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം വിശ്വസിക്കണം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ വചനവും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏത് പ്രശ്നത്തെയും വലിച്ചു കീറിക്കളയാൻ, നിങ്ങൾക്ക് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. സാംസൺ പുറകോട്ട് പോയി എന്നാണ് എഴുതിയത്. സാംസൺ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു. നമ്മൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ പോകും പറയാറില്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം തിരിച്ചു പോരും, ഇന്ന് പോകണ്ടെന്ന് വെക്കും. സാംസൺ തിരിച്ചു പോയി എന്നല്ല, അവ മുന്നോട്ട് തന്നെ പോയി. പ്രശ്നങ്ങളെ മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ ആത്മാവും ജീവനുമായ വചനം നിങ്ങൾ വിശ്വസിക്കണം. അത് നിങ്ങളുടെ ഹൃദയ തളികയിൽ അത് ഉണ്ടാകണം. ഇനി ശ്രദ്ധിക്കൂ അടുത്ത കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് കുറച്ചു നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സംഭവം ഉണ്ടാവുകയാണ്. അതാണ് 8-ാമത്തെ വാക്യം. അവിടെ ചെന്നു അവൻ കുറച്ചു നാൾ കഴിഞ്ഞ് അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ വഴിമധ്യേ ആ സിംഹത്തിൻ്റെ അസ്ഥികൂടത്തിനകത്ത് തേനീച്ച കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൃഗത്തിൻ്റെ അസ്ഥികൂടത്തിൽ തേനീച്ച കൂടുണ്ടാക്കി തേനുമായിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ അവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് വരെ അതിനെക്കുറിച്ച് വായിച്ചിട്ടുമില്ല, ഈ പുസ്തകം, ഈ ബൈബിളിലല്ലാതെ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, തേനീച്ച താരം മണ്ണിനോ മരത്തിലൊക്കെയാണ് അതിൻ്റെ കൂട് കണ്ടെത്തി തേനൊക്കെയാക്കി വെക്കുന്നത്. മണ്ണിൻ്റെ പൊത്തിൽ, കയ്യാലപ്പൊത്തിൽ, കല്ലിനിടയിലൊക്കെയാണ്. ഒരു മൃഗത്തിൻ്റെ അസ്ഥികൂടത്തിനകത്ത് തേനീച്ച ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ സാംസൺ കാണുവാണ്. ഞാനത് വായിക്കാം. വഴിമധ്യ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. 9-ാമത്തെ വാക്യം. ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. തേനീച്ച തേൻ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അവൻ പോയി അത് എടുത്തു. തേൻകൂട് എടുത്ത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചു. മാതാപിതാക്കൾക്കും കൊണ്ടുപോയി കൊടുത്തു. എവിടെ നിന്നാണെന്ന് അവൻ പറഞ്ഞില്ല. ചത്ത ഒരു സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് ഈ തേൻ എടുത്തതെന്ന് അവൻ പറഞ്ഞുമില്ല. ഇതെന്താ സൂചിപ്പിക്കുന്നത്? എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായി. ഞാൻ ഇന്ന് വരെ ചിന്തിച്ചത് ഒരു കണക്റ്റ് ആകുന്നില്ല. ഇത് ഒരു സിംഹത്തിൻ്റെ അസ്ഥിയുടെ അതിൽ ഈച്ച കൂടുണ്ടാക്കിയിരിക്കുന്നു. ചുമ്മാ ഈസിയായി പോയി അതിങ്ങ് എടുക്കുന്നു, കൊടുക്കുന്നു. ഇതൊരു സൂചനയാണ് സുഹൃത്തെ, ഇതൊരു സൂചനയാണ്. എന്താണ്? സാംസനെ സംബന്ധിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് വന്ന സിംഹത്തിൽ നിന്ന്
സിംഹത്തെ കീറിക്കളഞ്ഞ ആ ഒരു പ്രതിസന്ധി നാളെ ഒരു സമയത്ത് സാംസന് മധുരിക്കുന്നൊരനുഭവമായി മാറി. ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന പല വഴികളും ഏകദേശം സാംസൺ പോയതുപോലെ സിംഹത്തെ പോലെ അലറി വരുന്ന പലരും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, മുമ്പിലുണ്ട്. അത് കടമായിട്ടും രോഗമായിട്ടും പ്രശ്നമായിട്ടും അസ്വസ്ഥതയായിട്ടും സംശയമായിട്ടും ദേഷ്യമായിട്ടും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ ഒരു വേസ്റ്റ് കടലാസ് പോലെ കീറിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോണേലുണ്ടല്ലോ, ഇവൻ്റെ ഉള്ളിൽ ഒരാത്മാവ് ആവസിച്ചു എന്ന് പറഞ്ഞതുപോലെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വിശ്വസിച്ചേറ്റെടുത്താലേ ഇതുപോലെ ഇന്നത്തെ പ്രതിസന്ധി നാളെ മധുരിക്കുന്നൊരു ഓർമ്മയും അനുഭവവുമായി നിങ്ങൾക്ക് മാറത്തുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് പോകും, പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകും. പ്രശ്നത്തിൽ നിന്ന് മധുരിക്കുന്ന ഒരു ഓർമ്മയിലേക്ക് വാങ്ങണമെങ്കിൽ ഇത് ഒരു ആത്മാവിൻ്റെ ഈ ഒരു സാന്നിധ്യം, ഈ വചനത്തിൻ്റെ ബലം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, സാംസന്റെ ജീവിതവുമായി വച്ച് ഈ വചനം ചിന്തിക്കുമ്പം അതിനുശേഷം എഴുതിയിട്ടുണ്ട് സാംസൺ വരുമ്പം, ഇനി ഇത് കാര്യം ശ്രദ്ധിക്കണം, ഈ വചനത്തിൻ്റെ ബലം എന്നാന്ന് പറയാൻ പോവാണ്. വചനത്തിൻ്റെ ബലം സാംസൺ 15-ാം അധ്യായത്തിൽ സാംസൺ ഇങ്ങനെ വരുമ്പോൾ, യാത്ര വരുമ്പം ശത്രുക്കൾ അവനെ പിടിക്കാൻ വന്നു. കയ്യിൽ ഒരു ആയുധവും ഇല്ല, ഒന്നുമില്ല, ആയുധങ്ങളോ കത്തിയോ ബെൽറ്റോ ഒന്നുമില്ലാത്ത ഒരു നിസ്സഹായനായി നിൽക്കുന്ന സാംസൺ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, വല്ലോ കമ്പോ എന്തേലും ഉണ്ടോ എന്ന് നോക്കിയപ്പം ചത്ത കഴുതയുടെ ഒരു എല്ലാം അവിടെ കിടപ്പുണ്ട്. ഈ മനുഷ്യൻ ചാടി അതെടുത്തു. എടുത്തിട്ട് 16-ാമത്തെ വാക്യം, കഴുതയുടെ താടിയെല്ല് കൊണ്ട് അവൻ അവരെ എല്ലാവരെയും കൂന കൂട്ടി കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ കൊന്നു. ഏത് കഴുതയുടെ താടിയെല്ല് കൊണ്ട്? ചത്ത് ചീഞ്ഞുപോയ അസ്ഥികൂടത്തിൽ നിന്ന് കിട്ടിയ താടിയെല്ല് കൊണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനം ചത്ത കഴുതയുടെ താടിയല്ലല്ല, ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. താടിയല്ല കയ്യിലെടുക്കാൻ പറഞ്ഞത്, തത്തുപോയ കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഇത്രയും വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ സാംസന് കഴിഞ്ഞെങ്കിൽ ഈ വിശ്വസിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്, ഇത് താടിയല്ല. ഈ വചനം ഹൃവിശ്വാസത്തിൽ എടുത്ത് യുദ്ധം ചെയ്താൽ ഏതിനെയും അതിജീവിക്കാനും വിജയിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒരു താടിയെല്ല് കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ ജീവിക്കുന്ന വചനം കൊണ്ട് നമുക്ക് എന്തേരെ ഉയരാൻ പറ്റും? പറ, വിശ്വസിക്കുന്നു എന്ന് പറ. നിങ്ങൾ അത്ഭുതത്തെ കാണും. വിശ്വസിക്കുന്ന നിങ്ങൾ അത്ഭുതത്തെ കാണും. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ വചനത്തിനെല്ലാം ജീവനുണ്ട്. ഇത് പറയുമ്പോൾ എനിക്കിത് കുറേ നേരം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ വചനം എത്ര പറഞ്ഞാലും നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എൻ്റെ ഉള്ളിലെ സംശയം. ഇത് വിശദീകരിച്ചത് മതിയായോ, ഇത് പറഞ്ഞത് ക്ലിയറായോ, ഇത് സ്പീഡ് കൂടിപ്പോയോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുമുണ്ട്. കാരണം ഈ വചനം അറിഞ്ഞാൽ ഒരാളും എവിടെയും പരാജയപ്പെടില്ല. കാരണം ദൈവത്തിൻ്റെ വചനം ചത്തുപോയ കഴുതയുടെ താടിയല്ല, അത് ജീവനും ആത്മാവും ജീവനുമുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അത് നിങ്ങളുടെ കൈകളിലും വിശ്വാസത്തിൽ ഹൃദയത്തിൽ എടുക്കേണ്ട ഒരായുധമാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സാംസൺ ഇന്ന് മനുഷ്യരുടെ അവസ്ഥ പറയുകയാണ്. നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ചു വച്ചാൽ, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വച്ചാൽ ചിറകുള്ള പ്രാണികൾ ഇങ്ങനെ ഓടി വരും. എവിടെ നിന്നാണെന്നറിയില്ല, ഇവിടെ നിന്നൊക്കെ വരും. വന്നിട്ട് ഈ വിളക്കിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ചുറ്റും പറക്കും. ആവേശം കാണിച്ച് ഇതിനോട് അടുത്ത് ചെല്ലും. അപ്പോൾ ഈ പാവപ്പെട്ട പ്രാണികളുടെ ചിറക് കരിഞ്ഞു പോവും. എന്നിട്ടത് താഴെ കിടക്കും. എന്നിട്ടത് ജീവൻ ഇങ്ങനെ വട്ടം കറങ്ങി, പറക്കാൻ പറ്റാതെ വട്ടം കറങ്ങും. ചില വിളക്കിൻ്റെയും തിരികളുടെയും ചുവട്ടിൽ കിടക്കുന്ന ചിറക് കരിഞ്ഞ പ്രാണി പോലെയാണ് ഇന്ന് പല മനുഷ്യരും. പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പറക്കാൻ പറ്റാത്ത രീതിയിൽ ചിറക് കരിഞ്ഞ് കിടക്കുന്ന ആളുകളുണ്ട്. നിസ്സഹായരായി കിടക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് കഴിവുള്ളവരാ, എന്ത് തൻ്റെ ഇടമുള്ളവരായിരുന്നു, എന്ത് മിടുക്കന്മാരായിരുന്നു, എന്താ മാർക്ക്, എത്രയോ പണം, വലിയ വീട്, കാറ് മാറി മാറി മേടിക്കുന്നു. ഇത് ഇപ്പം കിടക്കുന്നു ചിറക് കരിഞ്ഞ് വിളക്കിൻ്റെ ചോട്ടിൽ. എന്തു പറ്റി? എത്രയോ ഒരുപാട് പേർ നമ്മുടെ കൺമുമ്പിൽ തന്നെ ചിറക് കരിഞ്ഞ ജീവിതങ്ങളാണ്. എന്താർഭാടമായ വിവാഹമായിരുന്നു, എന്തു വലിയ സദ്യയായിരുന്നു, തലേ ദിവസം ഗാനമേള നടക്കുന്നു, എന്തുവായിരുന്നു ആഘോഷം, എത്രയോ പേർക്ക് ഭക്ഷണം കൊടുത്തു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കുറച്ചേ കഴിഞ്ഞുള്ളൂ, ഇതാ ചിറക് കരിഞ്ഞ് താഴെ കിടക്കുന്നു, ഇന്ന് വട്ടം കറങ്ങുന്നു. എത്രയോ പേരുടെ ജീവിതങ്ങൾ എവിടെയും എത്താതെ വട്ടം കറങ്ങി കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, പക്ഷെ പ്രാണിക്ക് പിന്നെ ചിറക് മുളയ്ക്കില്ല. പ്രാണിയുടെ ജീവിതം ആ വിളക്കിൻ്റെ ചോട്ടിൽ തീരും. അല്ലെങ്കിൽ വല്ലോ ചെറിയ പ്രാണികൾ അതിനെ വിഴുങ്ങും. അതിൻ്റെ കഥ കഴിഞ്ഞു ആ വിളക്കിൻ്റെ ചോട്ടിൽ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാം. ഈ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതവും എവിടെയെങ്കിലും ചിറക് കരിഞ്ഞ് വീണു പോയിട്ടുണ്ടെങ്കിൽ, പെരുമ്പാമ്പ്
ചില മൃഗങ്ങളെ വിഴുങ്ങാൻ വേണ്ടി അത് വട്ടം പിടിക്കും. ഇതുപോലെ ചില പ്രശ്നത്തിൻ്റെ മുമ്പിൽ വട്ടം പിടിച്ച് ആകെ കുടുങ്ങി പുറത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ചിറക് കരിഞ്ഞ ജീവിതങ്ങളോട് പറയട്ടെ, ബൈബിൾ പറയുന്നു, പ്രവാചകൻ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന്. ചിറകടിച്ചുയരും. ദൈവത്തിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ചിറക് കരിഞ്ഞ നിൻ്റെ ജീവിതം ചിറക് മുളച്ചു നീ പറക്കും. ഒരു പക്ഷേ ഈ വിളക്കിൻ്റെയോ ഈ തിരിയുടെയോ ചുവട്ടിൽ കിടക്കുമ്പോൾ നീ പോലും ചിന്തിക്കും, ഇനി എനിക്ക് ഒന്നും സാധ്യമായിരിക്കില്ല, ഇനി ഞാൻ പറക്കത്തില്ല. അല്ല, വചനം പറയുന്നു, ചിറക് കരിഞ്ഞാലും ദൈവം നിനക്ക് പറക്കാനുള്ള ചിറക് തരും. കാരണം വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ. എന്താണ് കഴുകൻ? എത്രയോ പക്ഷികൾ വേറെ ഈ ലോകത്തിലുണ്ട്. പ്രാവുണ്ട്, മറ്റ് നമുക്കറിയാവുന്ന എത്രയോ പക്ഷികളുണ്ട്. പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത്. കഴുകൻ്റെ പ്രത്യേകത പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷികളിൽ ഒന്നാണ്. ചിറകിന് ബലമുള്ള പക്ഷിയാണ് കഴുകൻ. ബൈബിൾ പറയുന്നു, കഴുകന്മാരുടെ ചിറക് തന്നു നിന്നെ ഞാൻ ഉയർത്തുമെന്ന്. ദൈവത്തിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ഇത് അതുപോലെ സംഭവിച്ചിരിക്കും. ഇത് പറയുമ്പം കേവലം ഒരു സെക്കൻഡ് കൊണ്ട് കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് കേട്ടെ. ചിറക് കരിഞ്ഞ ജീവിതങ്ങളില്ലേ? എന്നെ കേൾക്കുന്ന ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ 33 ദിവസം നിയോഗം വച്ചിരിക്കുന്ന ഈ കുടുംബത്തിൽ ചിറക് കരിഞ്ഞ ജീവിതങ്ങളില്ലേ? ചിറക് കരിഞ്ഞ പ്രതീക്ഷകളില്ലേ? നിലത്ത് കിടന്ന് വട്ടം കറങ്ങുന്ന മനുഷ്യരില്ലേ? വട്ടം കറങ്ങുന്ന ഭാവി ജീവിതം, തകർന്ന് തരിപ്പണമായ കുടുംബ സാഹചര്യങ്ങൾ, 4 വഴിക്കായിപ്പോയി, എല്ലാം തകർന്നു പോയി, ചിറക് കരിഞ്ഞു പോയി. സാരമില്ല, ദൈവം നിനക്ക് ചിറക് തരും. അത് മനുഷ്യൻ തരുന്ന പോലെയല്ല. നീ പറന്നതിൻ്റെ ഡബിൾ ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന ബലമുള്ള ചിറക് നിനക്ക് തരും. കുടുംബജീവിതമാണോ തകർന്നത്? സാമ്പത്തികമാണോ തകർന്നത്? നിങ്ങളുടെ ആരോഗ്യമാണോ തകർന്നത്? അതിപ്പോൾ നിലത്ത് കിടന്ന് നീ വട്ടം കറങ്ങുമ്പോൾ നിരാശപ്പെടരുത്, ഡെസ്പാകരുത്, ഡൗൺ ആകരുത്, ഡിപ്രഷൻ വേണ്ട, നിരാശ വേണ്ട. ബൈബിൾ പറയുന്നു, നീ കഴുകന്മാരെ പോലെ പറക്കാനുള്ള ചിറക് തരുമെന്ന് മനുഷ്യനല്ല പറഞ്ഞു, ദൈവം പറഞ്ഞു. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ആദ്യം വിശ്വസിക്കുക. ദൈവം ആദ്യം വിശ്വസിക്കേണ്ടത് ഇതാ. ആദ്യം അത്ഭുതം നടക്കുന്നതിന് മുമ്പ് വിശ്വസിക്കേണ്ടത് ഇതാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുക. ദൈവം നിന്നെ വളർത്തും. എളുപ്പമല്ല, ഒന്നും എളുപ്പമല്ല. ഒന്നും വേണ്ട. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു പ്ലാവ്, അതിൻ്റെ ചൂട്ടിൽ ഒരു മനുഷ്യൻ ഒരു പാഷൻ ഫ്രൂട്ട് കയറ്റിവിട്ടു. അത് വളർന്ന ആ പ്ലാവിൻ്റെ മുകളിൽ മുഴുവനായി അതൊരു കൂടുപോലെയായി. ഈ പ്ലാവിന് ആകെ ഞെരുങ്ങി. ആ പ്ലാവിന് അതിനെ തോപ്പിച്ച് വളരുക അത്ര എളുപ്പമല്ല. നല്ല ചക്ക കായ്ക്കുന്ന പ്ലാവാണ്. വേറൊരാൾ പറഞ്ഞ ആ പാഷൻ ഫ്രൂട്ട് വെട്ടിക്കള, അല്ലെങ്കിൽ ആ പ്ലാവ് ഉണങ്ങിപ്പോവും. ജീവിതവും ഇതുപോലാണ്. നമ്മൾ പോലും അറിഞ്ഞില്ല, ചിലത് നമ്മളെ തൊട്ട് കയറി തലയ്ക്ക് മുകളിൽ വെച്ച് നമ്മളെ അമക്കി ഞെരുക്കി നമ്മളെ ഒതുക്കുകയാണ്. നിന്നും ശ്വാസം പെടാൻ പോലും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു ഈ അവസ്ഥയിലാണ്. ചിലതിനെ വെട്ടിക്കളയാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പറ്റും. ചിലതിനെ വെട്ടിക്കളഞ്ഞ് നിൻ്റെ ആ തകർച്ചയും തളർച്ചയൊക്കെ മാറ്റി ആകാശത്തോളം ഉയരാൻ ദൈവം നിനക്ക് ചിറക് തരും. ഒറ്റ കാര്യം, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അരുളി ചെയ്തു, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഞാനത് വിശ്വസിക്കുന്നു. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിന്നിൽ, നിൻ്റെ കുടുംബത്തിൽ നിറവേറും. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. അത് വിശ്വസിക്കുന്നു എന്ന് പറ. ഈ സാഹചര്യത്തിൽ നിങ്ങൾ വളരാൻ തുടങ്ങും. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ വ്യക്തി ഭാഗ്യവതിയായി മാറി. നിങ്ങളും നിങ്ങളുടെ കുടുംബവും തകർച്ചയിലായിരിക്കാം, നഷ്ടത്തിലായിരിക്കാം, ചിറക് കരിഞ്ഞു പോയി കാണും, ആകെ തകർന്നിരിക്കുമായിരിക്കും. അത്രയും പിടുത്തം വിട്ടൊരവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആയിരിക്കും. എന്നാൽ വിശ്വസിക്കാമോ, സാംസൺ തൻ്റെ നേരെ വരുന്ന സിംഹത്തെ വലിച്ചു കീറി ഒരു ആട്ടിൻകുട്ടിയെ പോലെ കളഞ്ഞു. പേടിച്ചു പോയൊന്നുമില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ആവസിക്കുന്നൊരാത്മാവുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ട വചനം ആത്മാവ് മാത്രമല്ല, ആത്മാവും ജീവനുമാണ്. ഇത് നിങ്ങളിലുണ്ടെങ്കിൽ സിംഹത്തെ കടലാസ് പോലെ എറിയാൻ നിങ്ങൾക്ക് പറ്റും. വെല്ലുവിളി മാറും, പ്രതിസന്ധി മാറും, എല്ലാ ദുരിതങ്ങളും മാറും. എന്നിട്ട് മധുരിക്കുന്ന അനുഭവമായി അതൊക്കെ അങ്ങ് മാറും. ഇന്ന് സങ്കടമുള്ളെങ്കിലും നാളെ അത് തേൻ പോലെ മധുരിക്കും. നമ്മൾ പറയും, എനിക്ക് ഇങ്ങനെയൊരു സങ്കടത്തിലായിരുന്നു, ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പലരും പറയാറില്ലേ? ഇന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്നത് തേൻ പോലെ മധുരിക്കുന്ന ഓർമ്മയായി മാറും. കഴിക്കുന്നതെല്ലാം മാറ്റി മധുരിക്കുന്ന ഓർമ്മ തരുന്ന 8ാമത്തെ ദിവസമാണ് നിങ്ങളെന്നുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിനും എന്താ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ ചിറക് കരിഞ്ഞു പോയത്? എവിടെയാണ് നിങ്ങൾ തോറ്റത്? സാരമില്ല, നിനക്ക് ദൈവം ചിറക് തരും. നിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കും, കടൽ കടന്ന് പറക്കും.
ഉയരങ്ങളിലെത്തും. ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊന്ന് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവം അനുഗ്രഹിക്കുന്ന ഈ ഒരു സമയത്തെ ഓർത്ത് നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ നല്ല മണിക്കൂറിന് നന്ദി. ഞങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന ആരാധനയ്ക്ക് നന്ദി. ഈ ജപമാല സഖ്യത്തിൽ ആരൊക്കെയുണ്ടോ, ശാലോം ടി വിയിലൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നിയോഗം വെച്ച് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് വിലയുള്ളവരാണ്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ കൂട്ടമായി, കുടുംബമായി, കൂട്ടായ്മയായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. അനേകർക്ക് അനുഗ്രഹമാകുന്ന ശുശ്രൂഷ, തേൻ പോലെ മധുരിക്കുന്ന ഓർമ്മകൾ നൽകുന്ന ഒരു വലിയ ശുശ്രൂഷയാകും ഇത്. തേൻ പോലെ മധുരിക്കും, തേൻ പോലെ മധുരിക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ പ്രവേശിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ യേശുനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരുമിച്ച് പാടാമോ? കൊല്ലപ്പെട്ടവനേ യേശുനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരുമിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ നാഥ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ നാഥ. ചേർന്ന് പാടാം. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ആരാധന 33 ദിവസത്തിൻ്റെ ആ ഒരു ഭാഗമായ ശുശ്രൂഷയുടെ 8ാമത്തെ ദിവസത്തിലാണ്. ഇന്നലെ നമ്മൾ ആരാധനയിൽ പറഞ്ഞു, പേരെടുത്തു വിളിച്ച് നിന്നെ അനുഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ, വിടുവിക്കാൻ കണ്ട സമയമാണ് ഇത്. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസം നമ്മൾ കണ്ടത്, നമ്മളെ തന്നെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചിന്തിച്ചൊരു വിഷയമാണ് സാംസൻ്റെ ജീവിതം. സാംസൻ്റെ ജീവിതം, അവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. സാംസൺ തിമ്നായിലേക്ക് പോകുമ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിൽ വെച്ച് പ്രതീക്ഷിക്കാത്ത സമയത്തൊരു വെല്ലുവിളി ഉണ്ടായി. അങ്ങനെ ഒരു ദുരന്തം, ഒരു പ്രശ്നം വരുമെന്ന് വിചാരിച്ചിരുന്നതല്ല. പെട്ടെന്ന് ചാടി വീണു ഒരു സിംഹക്കുട്ടി. പക്ഷെ സാംസൻ്റെ മേൽ ആവസിച്ച ആ ദൈവാത്മശക്തിയിൽ ആ കുഞ്ഞാടിനെ പോലെ അതിനെ വലിച്ചു കീറിക്കളഞ്ഞു. സാംസൺ അതിനുശേഷം യാത്ര പിന്തുടർന്നു. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതേ സ്ഥലം, ആ സിംഹക്കുട്ടിയെ വലിച്ച് കീറിക്കളഞ്ഞ സ്ഥലം ഒന്ന് അന്വേഷിച്ച് ചെന്നപ്പം ആ ഉടലിൽ, ആ അസ്ഥികൂടത്തിൽ ഒരു തേനീച്ചക്കൂട് കണ്ടു. ആ തേനീച്ചക്കൂട്ടിൽ നിന്ന് ആ തേനെടുത്ത് ഭക്ഷിച്ച്
തൻ്റെ പ്രിയപ്പെട്ടവർക്കും കൊടുത്തു. അവരെവിടെ നിന്നാണെന്ന് ഇതറിഞ്ഞില്ല. പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ഒന്ന് ക്ലബ്ബ് ചെയ്ത് നോക്കിക്കേ, ഒന്ന് കണക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ആക്റ്റീവാവും. കാരണം നമ്മുടെ ജീവിതവും ഓരോ നല്ല കാര്യത്തിനായി നമ്മൾ ഒത്തിരി സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ പോകുമ്പോഴാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചാടി വീഴുന്നത്. അങ്ങനൊന്നും വരുമെന്ന് വിചാരിച്ചിരുന്നതല്ല. ഒരിക്കലും ഇങ്ങനൊരു സംഭവം, ഒരു പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമോ വേദനയോ പ്രശ്നമോ ഒന്നും വരുമെന്ന് ഓർത്തതല്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലതൊക്കെ വീണപ്പം നമ്മൾ അതിൽ പെട്ട് വല്ലാതെ ജീവിതം കഷ്ണങ്ങളായി മുറിഞ്ഞ പോലെ സ്വപ്നങ്ങൾ പലതായി ചിന്നിച്ചിതറിപ്പോയി. പക്ഷെ പ്രിയപ്പെട്ടവരെ, സാംസന്റെ ജീവിതം പഠിപ്പിക്കുന്നതെന്നറിയാമോ? വെല്ലുവിളിയുടെ രൂപത്തിൽ വന്നതിൽ നിന്ന് ഈ ദൈവാത്മശക്തിയിൽ ആ വ്യക്തി പിന്നീട് അതിലൂടെ അനുഭവിച്ചത് മധുരിക്കുന്ന തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ഏതെങ്കിലും വ്യക്തികൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വെല്ലുവിളിയുടെ മുമ്പിൽ തകർന്നു പോയവരാണോ? പ്രതീക്ഷിക്കാത്തൊരു സങ്കടം വന്നു, പ്രതീക്ഷിക്കാത്ത ഒരു വഴക്കുണ്ടായി, പ്രതീക്ഷിക്കാത്തൊരു പിണക്കുണ്ടായി, പ്രതീക്ഷിക്കാത്തൊരു തകർച്ചയുണ്ടായി, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച് ചിലർ കബളിപ്പിച്ചു, ചിലർ നമ്മളെ വല്ലാതെ ചതിച്ചു, വല്ലാതെ നമ്മുടെ നാണം കെടുത്തിക്കളഞ്ഞു, അവിടെ പരാജയപ്പെട്ട് നിൽക്കുവാണോ? ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിലൂടെയും പങ്കെടുക്കുന്ന ആരാധനയിലൂടെയും നിങ്ങളിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അന്ന് നിങ്ങൾ അനുഭവിച്ച ആ വേദന നിങ്ങൾക്കൊരു ദുരന്തമായി മാറത്തില്ല. അത് നിങ്ങൾക്ക് തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവമായി ദൈവം അതിനെ മാറ്റുമെന്ന് ഈ ആരാധനയിൽ നിങ്ങളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ കൈപ്പയേറിയ അനുഭവങ്ങളെയും വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനയിലൊന്ന് കൊടുത്തേ. സിംഹം സാംസന്റെ മേലെ ചാടി വീണതുപോലെ ചില ദുരന്തങ്ങളും ദുരിതങ്ങളും തകർച്ചകളും ജീവിതത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ചാടി വീണിട്ടുണ്ട്. അവിടെയൊക്കെ വല്ലാതെ തകർന്നു പോലെയും പരാജയപ്പെട്ട പോലെയായി ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിൻ്റെ ശക്തിയും ഈ ആരാധനയിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയും ആ ദുരന്തത്തെ മാറ്റി അവിടെ തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവം അവിടെ നിങ്ങളുടെ ഭവനങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും കൊണ്ടുവന്നിരിക്കും. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഇതാ ഈ ശാലോം ടിവിയിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ട് ആരാധിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തോട്, ദൈവ സാന്നിധ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേദനിക്കുന്ന അനുഭവങ്ങളുള്ള ഈ കുടുംബത്തെ, വേദനയുള്ള അനുഭവമായി ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബനാഥനെ, ഈ കുടുംബനാഥയെ, ഈ യുവാവിനെ, ഈ യുവതിയെ, ഈ കുഞ്ഞുങ്ങളെ, കർത്താവെ, ഈ അനുഭവം അവർ മാറി തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവത്തെ ഈ ആരാധനയിലൂടെ അവരുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങ് ഉറപ്പിക്കാൻ ഇടവരണമേ. കർത്താവെ, മരണത്തെക്കുറിച്ച് പോലും ഈ പ്രതിസന്ധിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്, പോയി മരിച്ചാലോ എന്ന് 1000 വട്ടം ബുദ്ധി പറഞ്ഞ പലതിൻ്റെയും മുമ്പിൽ ആകെ തകടം മറിഞ്ഞിരിക്കുന്ന നിന്നോട് പറയുന്നു, ഈ കൈപ്പേറിയ അനുഭവങ്ങൾ മാറി നിനക്ക് മധുരിക്കുന്ന ഒരു അനുഭവമായി ദൈവം അതിനെ മാറ്റും. ഒന്ന് സ്തുതിച്ച് ദൈവനാമത്തിൽ അത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശാലോം ടിവിയിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയോട് ചേർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ, ലക്ഷക്കണക്കിന് പ്രാർത്ഥനാ നിയോഗങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ വെല്ലുവിളികൾ മാറട്ടെ, ആ കൈപ്പേറിയ അനുഭവങ്ങൾ മാറട്ടെ, മധുരിക്കുന്ന അനുഭവം കൊണ്ട് നിറയട്ടെ, മധുരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളെ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം പോലെയായി പാട്ടുള്ളത്. നീ തകർന്നവനാണോ മകനെ, നീ തകർന്നവളാണോ മകളെ? പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ചാടി വന്നപ്പം നമ്മളവിടെ തളർന്നും പോയി. പക്ഷെ പാട്ടിലൂടെ ദൈവം ചോദിക്കുക, നീ തകർന്നവനാണോ, നീ തളർന്നവനാണോ മകനെ, മകളെ? ഞാൻ നിന്റെ രക്ഷകനാണ്. ഇന്ന് ഈ TV സ്ക്രീനിലൂടെ
ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നെങ്കിൽ ആ ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ രക്ഷകനാണ്, ഞാൻ നിന്റെ രക്ഷകനാണ്, ഞാൻ നിന്റെ രക്ഷകനാണ്. എൻ്റെ പേര് രക്ഷകൻ എന്നാണ്. യേശു ജനിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞത് രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്നാണ്. രക്ഷകൻ, രക്ഷകന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഒരിക്കൽ കൂടി പറയട്ടെ, രക്ഷകന് നിന്നെ, നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും, രക്ഷിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഗാനത്തോട് ചേർന്ന് ഒന്ന് പാടുകയാണ്. നീ തകർന്നവനാണോ മകനെ, നീ തകർന്നവളാണോ മകളെ? എവിടെയോ 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 തകർന്നു പോയവർ, പക്ഷേ ഇതാ പാട്ട് പറയുന്നു, ഞാൻ നിന്റെ രക്ഷകനാണെന്ന്. ദൈവം പറയുന്നു, ഞാൻ നിന്റെ രക്ഷകനാണെന്ന്. ചേർന്ന് ഈ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും ഒന്ന് ഹൃദയത്തിൽ നിന്ന് അതൊന്ന് പാടി പ്രാർത്ഥിക്കാം. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ, യേശു നായകൻ, യേശു നായകൻ. നിങ്ങളെല്ലാവരും ആരാധനയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണല്ലോ. ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏത് തകർന്നവനെയും ഏതു പരാജയപ്പെട്ടവനെയും രക്ഷിക്കുന്നവൻ്റെ പേരാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് പ്രിയരെ നിങ്ങളുള്ളത്. ഒരു കലാപരിപാടി നടക്കുന്ന സ്റ്റേജിൻ്റെ മുമ്പിലല്ല ഉള്ളത്. ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പിൽ കാഴ്ചക്കാരെ പോലെ ഇരിക്കുകയല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്ന ഒരാത്മീയ അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇതൊരു പ്രോഗ്രാം സ്റ്റേജ് അല്ല, ഇത് ദൈവപ്രവൃത്തിയുടെ ഒരു അന്തരീക്ഷമാണ്, ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സാഹചര്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമുണ്ട് ബൈബിളിൽ. അത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. അവിടെ തകർന്ന് തരിപ്പണമായി സിമിത്തേരി കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ആള്, 5-ാം അധ്യായത്തിൽ ഈ സാംസന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കൈപ്പേറിയ അനുഭവത്തെ മധുരിക്കുന്ന അനുഭവമാക്കി മാറ്റുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. 5-ാം അധ്യായം, പിശാചു ബാധിതൻ. സാധാരണഗതിയിൽ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ ഒരാളെ കൊണ്ടുപോയി അടക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സിമിത്തേരി. ഇതാ ജീവനുള്ള ഒരാൾ അവിടെ കിടക്കുന്നു, അവനെ തേടി ഒരാൾ നടന്നു വരുന്നു. 5-ാം അധ്യായം തുടങ്ങുന്നത് പിശാചു ബാധിതനെ സൗഖ്യമാക്കുന്നതാണെങ്കിൽ 4-ാം അധ്യായത്തിൻ്റെ അവസാനം എന്നാണെന്നറിയാമോ? കടലിനെ ശാന്തമാക്കി തിരമാല ഉയരുന്ന കടലിൽ നിന്ന് യാത്ര ചെയ്ത യേശു ഇത്ര റിസ്ക് എടുത്ത് വരാൻ കാരണം എന്നാ? യേശു ഇത്ര റിസ്ക് എടുക്കാൻ കാരണം എന്താ? തൊട്ട് അധ്യായം 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നോക്ക്. കടൽ മുഴുവൻ തിരമാലയും അസ്വസ്ഥതയും. സാധാരണ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ആരും പറയും നമുക്ക് മുന്നോട്ട് പോകേണ്ട, വേഗം കരയ്ക്കടുപ്പിക്ക്. യേശു ആ യാത്ര ഒരു റിസ്ക് എടുക്കുവാണ്. മുന്നോട്ട് പോയി ആർക്കു വേണ്ടി? തകർന്നു പോയ, പരാജയപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ യേശു റിസ്ക് എടുക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഇത്ര റിസ്ക് എടുക്കുമോ? നാളെ ആട്ടേന്ന് വെക്കില്ലേ, അടുത്ത ദിവസം ആട്ടേന്ന്, ഇന്നങ്ങ് ലോകം അവസാനിക്കുവാണ്, നാളെ ആട്ടേന്ന് നമ്മൾ പറയില്ലേ? എനിക്കിവിടെ ഞാൻ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. അവനെ രക്ഷിക്കാൻ ആ ഒരു കാര്യത്തെ അടുത്ത ദിവസത്തേക്ക് യേശു മാറ്റിവെച്ചില്ല, ഇന്ന് തന്നെ. അങ്ങനെയെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ നാളെ ആട്ടെ, അടുത്ത മാസം ആയിരിക്കട്ടെ, നമുക്ക് നോക്കാം. അല്ല, ഇന്ന് നിങ്ങളെ രക്ഷിക്കാൻ ദൈവം നിന്റെ അടുത്തേക്ക് വരും. ആരാധന അതിനുള്ളതാണ്. നോക്കൂ, ഈ വാക്യം എഴുതുമ്പോൾ അവിടെ എത്തിയപ്പം കാണുന്നത് സിമിത്തേരി കിടക്കുന്ന, കൈകാലുകളിൽ ചെങ്ങലകളൊക്കെ ഉള്ള ഒരു ഭ്രാന്തനായ മനുഷ്യൻ. അവന് അപ്പനും അമ്മയും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ ജനിച്ച ഒരാളായിരിക്കും. ഇപ്പോൾ ആരും ഇല്ല, സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കുന്നില്ല, ഇപ്പം മിണ്ടാനുള്ളവർ മിണ്ടുന്നു പോലുമില്ല, എന്തേലുമൊക്കെ കൊടുക്കേണ്ടവർ ഒന്നും കൊടുക്കുന്നുമില്ല. ഉപേക്ഷിച്ച് കളഞ്ഞ തകർന്ന് തരിപ്പണമായ ഒരാളെ തേടി യേശു നടന്നു വരുന്ന ഭാഗമാണ് 5-ാം അധ്യായം. അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ
നിൻ്റെ അടുത്തേക്ക്, നീ ആയിരിക്കുന്ന ഇടത്തേക്ക്, നീ ഇരിക്കുന്ന ആ കസേരയിൽ, നീ ഇരിക്കുന്ന ആ സെറ്റിയിൽ, നിൻ്റെ മുറിയിൽ, നീ ആയിരിക്കുന്ന ഈ കിടക്കുന്ന ഈ കട്ടിലിൽ നിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നൊരു ദൈവം ഇപ്പോൾ നിനക്ക് അനുഭവിക്കാൻ കഴിയും. നിൻ്റെ അടുത്തേക്ക് നാളെ ആകട്ടെ, അടുത്ത ദിവസം ആകട്ടെ, പിന്നെ എപ്പോഴേലും ഒക്കുമ്പോൾ ആകട്ടെ. ഇപ്പോൾ ആകെ അന്തരീക്ഷം ശരിയല്ല, നമുക്ക് പോയേക്കാം, അടുത്ത ദിവസം വരാം എന്നൊന്നുമല്ല. നിന്നെ രക്ഷിക്കുന്ന കാര്യത്തിൽ യേശു ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. നിന്റെ അടുത്തേക്ക് റിസ്ക് എടുത്തു പോലും ദൈവം നടന്നു വരും. എന്തെല്ലാം പ്രതികൂലം ഉണ്ടെങ്കിലും നിന്നെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തകർന്ന് നിന്നെ വിജയത്തിലെത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ തകർന്ന് ഇവിടെ കിടക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയുള്ളതല്ല. നീ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന് മനസ്സ് വയ്ക്ക്. ഇതാ ഇവിടെ കിടക്കുന്ന തകർന്നു പോയ ഒരുവനെ രക്ഷിക്കാൻ ദൈവം അടുത്തു വരുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്? നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ? അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന പിശാചിന് പോലും അറിയായിരുന്നു ഈ മനുഷ്യൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരുവാന്ന്. ആരാധന ഇരിക്കുന്ന നിങ്ങൾക്ക്, വിശ്വാസിയായ നിനക്കറിയാവോ നിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന്? സിമിത്തേരി കിടക്കുന്ന പിശാച് ബാധിതൻ പറയുക, അകത്തുള്ള പിശാച് അലറിക്കൊണ്ട് പറയുക, നീ എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന്. എന്നും പള്ളിയിൽ പോകുന്ന, ആരാധന മുടക്കാതെ കൂടുന്ന വിശ്വാസിയായ നിനക്കറിയാമോ വിശ്വാസി, നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന്? പക്ഷെ പിശാച് പോലും പറയുന്നു എൻ്റെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നതെന്ന്. ആദ്യം വിശ്വസിക്ക്, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന്. എന്ന് പറ, എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. അടുത്ത വർഷത്തിൻ്റെ പിന്നത്തെ വർഷമല്ല, അത് നാളെയല്ല, ഇന്ന് നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. തകർന്ന നിന്നെ ദൈവം പടുത്തുയർത്തും. തകർന്ന നിന്നെ, നിന്റെ ജീവിതത്തെ, നിന്റെ സ്വപ്നങ്ങളെ. അതുകൊണ്ടാ ഒരു വാക്കുണ്ട്, when word of God comes alive in you. അതായത് ദൈവം ജീവനോടെ, ദൈവത്തിൻ്റെ വചനം നിന്നിൽ ജീവനോടെ വരുമ്പോൾ യുവർ കേഴ്സ് വിൽ ബി ബ്രോക്കൺ. നിന്റെ ശാപങ്ങളെല്ലാം മാറിയിരിക്കും. യുവർ ലൈഫ് വിൽ ബി ചേഞ്ച്ഡ്. നിന്റെ ജീവിതം തന്നെ മാറും. യുവർ ലൈഫ് വിൽ ബി ബ്ലെസ്ഡ്. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുഗ്രഹമായി നിന്നിൽ വരുമ്പോൾ ശാപം മാറും, നിന്റെ ലൈഫ് മാറും, നിന്റെ ജീവചരിത്രം തന്നെ മാറ്റി എഴുതും. പുതിയൊരു അധ്യായം ജീവിതത്തിൽ വന്നങ്ങ് ചേരും. ഏതു തകർന്നവരെയും പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതാ നിന്നെയും, നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. ഒരിക്കൽ കൂടി പാട്ടുകാരനോട് ചേർന്ന് പാടുകയാണ്, നീ തകർന്നവനാണോ, നീ പരാജയപ്പെട്ടവനാണോ മകനെ, മകളെ? എവിടെയാ തകർന്നത്? ആ തകർന്ന നിന്നെ ഇപ്പോൾ ദൈവം പടുത്തുയർത്തുകയാണ്, പടുത്തുയർത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സിമിത്തേരി കിടന്ന ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി യേശു നടന്നവിടെ വന്നു. ഇതുപോലെ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നീ ആയിരിക്കും നിൻ്റെ റൂമിൽ, ഈ സിറ്റുവേഷനിൽ ഇതാ ദൈവം നിൻ്റെ അടുത്തേക്ക് വരികയാണ്. മനുഷ്യരല്ല, മനുഷ്യർ വരുന്നത് കളിയാക്കാനാണ്, മനുഷ്യർ വരുന്നത് അയ്യോഭാവം പറയാനാണ്. ദൈവം വരുന്നത് കളിയാക്കാനും അയ്യോഭാവം പറയാനല്ല, നിന്നെ രക്ഷിക്കാനാണ്, നിൻ്റെ കാര്യത്തിൽ ഇടപെടാനാണ്. ഈ ആരാധനയിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകമായി ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്നൊരു 10 പ്രാവശ്യം മനസ്സിൽ പറയണം. ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും, ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടും എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് ശ്രദ്ധിച്ചേ. നീ തകർന്നവനാണോ, നീ തകർന്നവനാണോ മകനെ, മകളെ? ചേർന്ന് പാടാം. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു, യേശു നായകൻ, യേശു നായകൻ. പ്രിയപ്പെട്ടവരെ, 8-ാം ദിവസം ഈ ആരാധനയുടെ സമാപനത്തിൽ നിങ്ങളെല്ലാം കൂടെ ഒരിക്കൽ കൂടി ഒന്ന് ചേർത്ത് നിർത്തട്ടെ. മഴ വരുമ്പം
പെട്ടെന്നൊരു കുടയുള്ള ഒരാളെ അവിടെ ഉള്ളെങ്കിൽ അവിടെ ഉള്ളവരെല്ലാം ഒരു കുടക്കീഴിൽ വന്ന് നിൽക്കില്ലേ? പെട്ടെന്ന് പറ്റുമ്പോലൊക്കെ ചേർന്ന് നിൽക്കില്ലേ? ഇതുപോലെ ഈ ആരാധനയിൽ, ഈ ശാലോം TV-യുടെ ഈ ഒരു കൂട്ടായ്മ, ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്തുകയാണ് പ്രാർത്ഥനയിൽ. പല കുടുംബം, പല രാജ്യം, പല നാട്, പല കൾച്ചർ, എല്ലായിടത്തും പല സ്ഥലത്തുള്ള ആളുകളാണെങ്കിലും ഒരുമിച്ചൊന്ന് നിർത്തുകയാണ്. വഴക്കും ബഹളവും കുറ്റപ്പെടുത്തലൊക്കെ മാറ്റിയിട്ട്, കുറവുകളൊക്കെ മാറ്റി നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം, ഒരു കുടക്കീഴിലെന്ന പോലെ. എന്നിട്ട് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടും. ദൈവം ഇടപെടും. ദൈവം ഇടപെടുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ് ന്യൂ ലൈഫ്, പുതിയ ജീവിതം. ജീവിതം മനോഹരമാകാൻ, അനുഗ്രഹമാകാൻ നാട്ടുകാരിടപെട്ടിട്ട് കാര്യമില്ല, പോലീസ് ഇടപെട്ടിട്ട് കാര്യമില്ല, കോടതി ഇടപെട്ടിട്ട് കാര്യമില്ല, ദൈവം ഇടപെട്ടിട്ട് കാര്യമുണ്ട്. പോലീസ് ഇടപെട്ട കാര്യങ്ങൾ വലിയ പ്രശ്നമായവരുണ്ട്. കോടതി ഇടപെട്ടിട്ടും ഒന്നും നടക്കാത്ത സ്ഥലമുണ്ട്. പക്ഷെ ദൈവം ഇടപെട്ടിട്ട് എവിടെയെങ്കിലും നടക്കാതായ പോയ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പറയണ ഈ ആരാധനയുടെ ആശീർവാദം കിട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിന് നന്ദി. തകർന്ന് തരിപ്പണമായി പരാജയപ്പെട്ട നിലയിൽ, ആർക്കും വേണ്ടാത്ത നിലയിൽ കിടന്നിരുന്ന ഈ ഒരു കല്ലറകൾക്കിടയിൽ കിടന്നിരുന്ന ഈ മനുഷ്യനെ രക്ഷിക്കാൻ പോലും എൻ്റെ ദൈവം അടുത്തേക്ക് ചെന്നു. സത്യം പറഞ്ഞാൽ ചിന്തിച്ചു നോക്ക്, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ ഉണ്ടായിരുന്നേ? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? ആരും പ്രാർത്ഥിക്കാൻ പോലും ഇല്ലായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഒരു ദുഃഖമായിരിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലേലും നിന്നെ രക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. നിന്നെ പടുത്തുയർത്താൻ ദൈവം തയ്യാറാണ്. നിന്നെ രക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. ചിലർ പറയും എനിക്കൊരു പ്രാർത്ഥിക്കുന്ന 100 പേരവിടെയുണ്ട്. ഒരു ധ്യാനമൊക്കെ നടത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്, ആ ധ്യാനം വിജയിക്കാൻ. പക്ഷേ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുണ്ടായിരുന്നോ? പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒരുമിച്ച് കൂടി ഈ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ആരെങ്കിലും യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞോ ഇങ്ങനെ ഒരാളുണ്ടെന്ന്? പറയാൻ പോലും ആരുമില്ലായിരുന്നു. പക്ഷെ അവനെ രക്ഷിക്കാൻ ഒരു കർത്താവ് ഉണ്ടായിരുന്നു. നിനക്കാരുമില്ലേലും, ആരുമില്ലെന്ന് തോന്നിയാലും നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ രക്ഷിക്കാൻ വന്നിരിക്കും. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പം ഈ വിഷയങ്ങളെല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നിൻ്റെ ജീവിതം മാറും. നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഈ കല്ലറയിൽ കിടന്ന മനുഷ്യൻ യേശു ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പം ആ പിശാച് ബാധിതൻ ചോദിക്കുകയാണ്, നീ എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന്. അവന് പോലും, ആ പിശാച് ബാധിതന് പോലും പറയാണ്, ഈ ദൈവം വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനാണ്. വിശ്വാസിക്കറിയില്ല ദൈവം വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനാണ്. എന്നാൽ ഇന്ന് വിശ്വസിക്ക്, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഈ ആരാധനയിൽ നീ പങ്കെടുത്തതുപോലും, ഈ വചനങ്ങൾ നിന്നെ ദൈവം കേൾപ്പിച്ചതുപോലും ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്കൊന്ന് സ്തുതിച്ചൊന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർക്കണമേ. ഒരു ന്യൂ ലൈഫ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരണമേ. ഞങ്ങളുടെ തകർന്ന അവസ്ഥയെ മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ തരണമേ. ഈ 33 ദിവസം കഴിയുമ്പോൾ വെല്ലുവിളികൾ മാറി, കൈപ്പേറിയ അനുഭവങ്ങൾ മാറി, സങ്കടങ്ങൾ മാറി, ആ സ്ഥാനത്ത് മധുരിക്കുന്ന, തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവം ഈ 33 ദിവസം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വചനം നിയോഗങ്ങൾ സമർപ്പിച്ച് 33 തവണ ആവർത്തിച്ച് ഏറ്റുപറയുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.